ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1-ലെ പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലമാണ്. സോ ക്വസ്റ്റ്യൻ ഈസ് ഡിറ്റർമിൻ ദ പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി MP ഓഫ് ദ കണ്ടിന്യൂസ് ബീം ഷോൺ ഇൻ ഫിഗർ 3. AB and BC is equal to 6 meter, CD is equal to 3 meter and the point load is 8 kilonewton is applied at the midspan of AB. So ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് സൊല്യൂഷൻ നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ AB പറഞ്ഞ ബീം നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. സോ മെക്കാനിസം 1, AB പറഞ്ഞ ബീം കൺസിഡർ ചെയ്യുക. AB പറഞ്ഞ ബീമിൽ ഒരു 8 kilonewton സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇത് കാരണം ബീമിലൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാകും. ആ ഡിഫ്ലക്ഷനാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പം ഈ 8 kilonewton കാരണം ഇവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ട്, അതാണ് ഡെൽറ്റ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അവിടുത്തെ MP മാർക്ക് ചെയ്യണം അല്ലേ. ഈ ഒരു എൻഡ് എന്താണ്, ഹിഞ്ച്ഡ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ എന്തുണ്ടാവില്ല, MP ഉണ്ടാവില്ല. ഇവിടെ ഒരു 1.5 MP ഉണ്ടാവും. അതേപോലെ ഈ ഒരു ഇൻറ്റീരിയറായി വരുന്ന ജോയിൻറ്റിലും MP വരും. ആ MP എന്ന് പറയണത് ഇവിടെ 2 MP വരുന്നുണ്ടല്ലേ. ഇവിടെ 1.5 MP വരുന്നുണ്ട്, ഇവിടെ 2 MP വരുന്നുണ്ട് ഈ ജോയിൻറ്റിൽ അല്ലേ. സോ ഏതാണോ സ്മോളർ വൺ അതായിരിക്കും ഈ ഒരു ബിയിൽ ആക്ട് ചെയ്യുന്ന MP എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്നായിരിക്കും ഒരു 1.5 MP. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഈ 8 കാരണം ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവും, അതാണ് ഡെൽറ്റ. ഇനി ഞാൻ MP മാർക്ക് ചെയ്യണം. ഇവിടെ ഈ ഹിഞ്ച്ഡ് സപ്പോർട്ടായിട്ട് ഇവിടെ MP ഉണ്ടാവില്ല. ഇവിടെ താഴെ എന്തുണ്ടാവും, ഈ ലോഡ് കാരണം ഇവിടെ 1.5 MP ഉണ്ടാകും. അതേപോലെ ഈ ഒരു ജോയിൻറ്റിലും എന്തുണ്ടാവും, 1 MP ഉണ്ടാവും. ആ MP എന്ന് പറയുന്നത് രണ്ട് സൈഡ് നോക്കുക, അതിൽ ഏറ്റവും സ്മോളർ വാല്യൂ ആയിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് അത് 1.5 MP ആണ്. സോ ഇത് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇൻറ്റർണൽ വർക്ക് ഡൺ മാർക്ക് ചെയ്യണം. ഇൻറ്റർണൽ വർക്ക് ഡൺ കണ്ടുപിടിക്കുക. ഇൻറ്റർണൽ വർക്ക് ഡൺ ആണ് മൊമെൻറ്റ് ഇൻറ്റു അവിടുത്തെ ആംഗിൾ. സോ ഇവിടെ ആദ്യം ഇവിടെ MP വരുന്നുണ്ട്, ദാറ്റ് ഈസ് 1.5 MP തീറ്റ പ്ലസ് തീറ്റ. പിന്നെ ഇവിടെ ഒരു MP വരുന്നുണ്ട് 1.5 MP ഇൻറ്റു തീറ്റ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ആ ലോഡിൻ്റെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് 8 ഇൻറ്റു ഡെൽറ്റ. സോ 8 ഇൻറ്റു ഡെൽറ്റ ചെയ്ത് ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഡെൽറ്റൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഡെൽറ്റൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടാൻ തീറ്റ കണ്ടുപിടിക്കാം. ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത് ടാൻ തീറ്റ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഓപ്പോസിറ്റ് സൈഡ് എന്താ പറയുന്നത്, ഡെൽറ്റ. സോ ഡെൽറ്റ ബൈ 3. ഇവിടെ തീറ്റ സ്മോൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ, തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ 3. സോ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 3 തീറ്റ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, എക്സ്റ്റേണൽ വർക്ക് ഡണിൽ 8 ഡെൽറ്റൻ്റെ അവിടെ 8 ഇൻറ്റു 3 തീറ്റ കൊടുക്കുക. സോ ഇൻറ്റർണൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എക്സ്റ്റേണൽ വർക്ക് ഡൺ ആണ്. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, MP ഈസ് ഈക്വൽ ടു 5.33 kilonewton മീറ്റർ എന്ന് കിട്ടും. സോ നെക്സ്റ്റ് അടുത്തത് എന്താണ്, BC കൺസിഡർ ചെയ്യാം. BCയിൽ UDL ആണ്. സോ മെക്കാനിസം 2. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഈ ലോഡ് കാരണമുള്ള ഡിഫ്ലക്ഷൻ വരയ്ക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഓരോ MP മാർക്ക് ചെയ്യണം. ഇവിടെ രണ്ടും ഇൻറ്റീരിയർ ആയതുകൊണ്ട് രണ്ട് ഭാഗം എന്തായിരിക്കും, ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ഇവിടെ ഒരു MP ഉണ്ടാവും, ഇവിടെ ഒരു MP ഉണ്ടാവും. ഇവിടുത്തെ MPൻ്റെ ആയിരിക്കും എന്തെങ്കിലും വരിക, സ്മോളർ വൺ. സോ 1.5 MP. ഇനി ഈ രണ്ട് കൺസിഡർ, സിയിൽ ഇവിടെ 2 MP വരുന്നുണ്ട്, ഇവിടെ MP വരുന്നുണ്ട്. അപ്പോൾ ഏതാണോ സ്മോളർ അതായിരിക്കും എടുക്കുക. സോ ഇവിടെ MP ആയിരിക്കും എടുക്കുക. പിന്നെ ഈ ഒരു ഡിഫ്ലക്ഷൻ കാരണം ഇവിടെ എന്തുണ്ടാവും, 2 MP ഉണ്ടാകും. സോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, 1.5 MP 2 MP MP. സോ ഇൻറ്റർണൽ വർക്ക് ഡൺ എഴുതുമ്പോൾ 1.5 MP ഇൻറ്റു തീറ്റ പ്ലസ് 2 MP ഇൻറ്റു തീറ്റ പ്ലസ് തീറ്റ പ്ലസ് MP തീറ്റ, ഇവിടുത്തെ MP തീറ്റ. സോ ഇൻറ്റർണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 1.5 MP തീറ്റ പ്ലസ് 2 MP ഇൻറ്റു തീറ്റ പ്ലസ് തീറ്റ പ്ലസ് MP തീറ്റ. ഇനി എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്തായിരിക്കും, എക്സ്റ്റേണൽ വർക്ക് ഡൺ എടുക്കുന്ന സമയത്ത് UDL ആണ്. UDL ആകുമ്പോൾ ലോഡ് എന്ന് പറയുന്നത് ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2 ആണ്. അപ്പോൾ അതാണ് ലോഡ് എന്ന് വരിക. UDL ആകുമ്പോൾ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2. സോ ലോഡ് എന്ന് പറയുന്നത് എത്രയാണ്, 1.5. സ്പാൻ എത്രയാണ്, 6/2. അതാണ് അവിടുത്തെ W എന്ന് പറയുന്നത്, ഇൻറ്റു ഡെൽറ്റ. സോ എക്സ്റ്റേണൽ വർക്ക് ഡൺ കിട്ടി. ഇനി ഡെൽറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ 3. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 3 തീറ്റ. ഇനി ഇൻറ്റർണൽ വർക്ക് ഡണും എക്സ്റ്റേണൽ വർക്ക് ഡണും ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് MPൻ്റെ വാല്യൂ എന്ത് കിട്ടും, 2.08 kilonewton മീറ്റർ എന്ന് കിട്ടും. നെക്സ്റ്റ് മെക്കാനിസം 3 നോക്കുക.
മെക്കാനിസം 3 ഇവിടെ എന്താ ഓവർ ഹാങ്ങിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഓവർ ഹാങ്ങിങ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ബീം കാരണം ഇവിടെ ഇങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാകും, ഇത് ഡെൽറ്റ. ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ മാത്രമേ എന്തുണ്ടാവുള്ളൂ, എം പി ഉണ്ടാവുള്ളൂ. ഓവർ ഹാങ്ങിങ് ആയതുകൊണ്ട് ഇവിടെ മാത്രമാണ് എന്തുണ്ടാവുക, എം പി ഉണ്ടാവുക. സോ ഇവിടെ എം പി ഇതാ ഇൻറ്റർണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, എം പി ഇൻറ്റു തീറ്റ. എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ആ ലോഡ് ഇൻറ്റു അടുത്ത ഡിഫ്ലക്ഷൻ, ദറ്റ് ഇസ് 2 ഇൻറ്റു ഡെൽറ്റ. സോ ഡെൽറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ, തീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3. സോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 3 തീറ്റ എന്ന് വരും. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ്റ്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 തീറ്റ. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, എം പി ഇസ് ഈക്വൽ ടു 6 kN മീറ്റർ എന്ന് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്, എം പി കണ്ടുപിടിക്കാനല്ലേ. സോ എം പി കണ്ടുപിടിക്കുമ്പോൾ എന്തായിരിക്കും വരിക, ഇതിൽ ഏറ്റവും മാക്സിമം വരുന്ന എം പി ഏതാണോ അതാണ് എടുക്കുക. സോ മെക്കാനിസം 3 വരുന്ന എം പി ആണ് 6 ആണ്. സോ റിക്വയർഡ് എം പി ഈസ് ഈക്വൽ ടു 6 kN മീറ്റർ. താങ്ക് യു.